വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അത് സലഫികളല്ല, ജമാഅത്ത് ഇസ്ലാമി അല്ല, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതന്നെ. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ട്. അതാണ് വ്യാജത്തരീഖത്ത്. വലിയ ദുർമാർഗികളാണ്. അവരെ ദുർമാർഗം എന്താണ്? അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, എന്ത് കളവും പറയും എന്ന് മാത്രമല്ല, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മഖബറയിൽ പോകും, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിദ് ഓതും, അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീബ് ചൊല്ലും, അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കളെ ബഹുമാനം പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതും ഈമാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാകുക? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേ എങ്ങനെയാ മനസ്സിലായാലും ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മൂന്നാജിരിക്കുന്നുണ്ട് ഇവിടെ, മൂന്നാജിട്ടുണ്ട്, ഒരുപാട് തേക്കെടുത്താണ്. ഒരു മരം അത് തേക്കാണോ അല്ലേ എങ്ങനെയാ മനസ്സിലാകുക? അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി, ഇത് പൊന്നാണോ പൊന്നല്ലേ എങ്ങനെയാ മനസ്സിലാകുക? അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കി അവർ വരച്ചിട്ട് കാണിച്ച് പറഞ്ഞു തരും. ഇതുപോലെ ഒരു സാധനം വെച്ചതാണോ അല്ലേ എങ്ങനെയാ മനസ്സിലാകുക? അത് ആലിമീങ്ങളോട് ചോദിക്കണം, ആലിമീങ്ങൾ പറഞ്ഞു തരും ഇന്നത് വെച്ചതാണ്, ഇന്നത് വെച്ചതല്ല എന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, ജാഹിലികൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്, ഇതൊരു വ്യാജത്തരീഖത്തുകാരെ ബുക്കാണ്. പേര് ഞാൻ പറയില്ല, പറയാത്തറിയോ? പറയില്ല, ആവശ്യമായി വരുമ്പോൾ പറയും. പറയാത്തത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടുക നോക്കിയാൽ എന്നിട്ട് വേണ്ടാത്ത വായിക്കും. നിങ്ങളുടെ അവസ്ഥയെ വായിച്ചത്. ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, ഇവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. നിങ്ങളതിന് മലം പരിശോധിക്കാൻ പോകണം, നിങ്ങളതിന് മൂത്രം പരിശോധിക്കാൻ പോകണം, എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തരേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് വിട്ടുകൊണ്ട നിങ്ങളെ കൈമിൽ നേഴ്സാക്കണ്ട. നിങ്ങളെ കയ്യോന്ന് ചോദിക്കും എന്നോട്, എന്റെ കൈ കുറയിട്ടുണ്ട്. അങ്ങനെ നെൽസ് വരണം നമ്മുടെ കൈയല്ല, മനസ്സിലായില്ലേ? ഞാൻ കൈക്ക് ഉറച്ച് സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ പ്രതിരോധ ശക്തിയും അല്ലാതെ കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്തുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വെച്ചറിയാൻ പോണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമല്ലോ. അള്ളാഹുവിന്റെ ഇസ്കിനായി 3 വർഷത്തോളം ഏകാന്തവാൻ സ്മരിച്ചു. അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാവ് ഉപേക്ഷിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ദുനിയാവിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ദിക്റയെ കൈവശമാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാളാണ് അയാൾ. വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്കാൻ കേട്ടോളൂ. അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു ഉണ്ടാവുക. അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി. അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ ഇത് സെലഫികളുടെ വിശ്വാസം. അങ്ങനെയാണ് ഈ കലതിരിക്കാനും പറയുന്നത്.